ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. ഇനി ആകെ ഒരു ദിവസം കൂടി എക്സാമിന് കേട്ടോ. അതായത് മറ്റന്നാളാണ് നമ്മുടെ PM-ന്റെ എക്സാം വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ. പ്രാക്ടീസ് എക്സാം 1 ഇന്നലെ എഴുതിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രീ ജൂണിന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ മെയിൻ മോക്ക്. ഇങ്ങനെ മോക്കൊക്കെ എഴുതുമ്പോൾ 3 മണിക്കൂർ ടൈമർ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഒരു പ്രാക്ടീസ് ആവുള്ളൂ. കാരണം എക്സാമിന് നമുക്ക് അങ്ങനെ അൺലിമിറ്റഡ് ടൈം ഒന്നുമില്ലല്ലോ. 3 മണിക്കൂറിൽ എക്സാം കഴിയും. എനിക്കാണെങ്കിൽ ഈ ഒരു മോക്ക് പ്രാക്ടീസ് എക്സാം 1-നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടോ. എക്സാം എഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ജലദോഷം പിടിച്ചു. എൻ്റെ മൂക്കിനൊക്കെ കളർ തന്നെ മാറി. ഇത് 3 മണിക്കൂറിലോട്ട് തീർക്കാനും പറ്റൂല. കാരണം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എയും ബിയും ചെയ്യാൻ വേണ്ടി മാത്രം 2.5 മണിക്കൂർ എടുത്തു. അത് തന്നെ എല്ലാം ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ഇതിന് കിട്ടിയ മാർക്കാണെങ്കിൽ പുറത്ത് കാണിക്കാനും കൊള്ളില്ല. അത്ര അടിപൊളി മാർക്കാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു, മെഡിസിനും കഴിച്ചു. ഇനിയിപ്പോൾ എന്തായാലും പഠിക്കണമല്ലോ, കാരണം അത്രയും സൂപ്പർ മാർക്കല്ലേ കിട്ടിയത്. പക്ഷേ പ്രാക്ടീസ് എക്സാം 1 അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നല്ലോ. ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഇനി പഠിക്കാൻ പോകുന്നത് എക്സാമിനേഴ്സ് റിപ്പോർട്ടാണ്. അല്ലാതെ നമ്മളിനി കൂടുതൽ കിറ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. എക്സാമിനേഴ്സ് റിപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം കഴിഞ്ഞ ഒരു സെഷനിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ട്. നമുക്ക് അറിയാലോ, ACC എക്സാമിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷേ എക്സാമിനേഴ്സ് റിപ്പോർട്ടിലുള്ള ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും 3 എക്സാമിനേഴ്സ് റിപ്പോർട്ട് ഇരുന്ന് നോക്കി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ആവി പിടിച്ചു. നല്ല തലവേദന ജലദോഷം ഉണ്ടായിരുന്നു. തിയറി ഇത്രയും ദിവസമായിട്ട് തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അധികം ടൈം ഇല്ലല്ലോ. അപ്പോൾ സാറിൻ്റെ തിയറി നോട്ട്സ് ഇരുന്ന് പഠിക്കാൻ വിചാരിച്ചു. ആക്ച്വലി ഞാൻ ഈ വ്ളോഗ് ഇടുമ്പോൾ എൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പറയാലോ, ഇതിൽ നിന്നൊന്നും ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. ഇപ്പം എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇതൊന്ന് വായിച്ച് തീർക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. കാരണം ഇനി കൂടുതൽ നേരം ഇരുന്നാൽ ചിലപ്പോൾ ഈ ഒരു ജലദോഷം പനിയായി മാറും. നിങ്ങൾ ഈ ജൂൺ അറ്റംപ്റ്റിൽ ഏത് പേപ്പറാണ് എഴുതാൻ പോകുന്നത്? പഠിച്ചൊക്കെ കഴിഞ്ഞോ? താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് സ്റ്റഡി വ്ളോഗ് കൂടെ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.